VIP ലോഞ്ച്, 500-ലധികം പേർക്ക് ഭക്ഷണം കഴിക്കാനുള്ള ഡൈനിങ് ഹാൾ, വിശാലമായ ആംഫി തിയേറ്റർ, 200-ലധികം വണ്ടികൾക്കുള്ള പാർക്കിംഗ് ഏരിയ, 300-ഓളം സീറ്റുകളുള്ള റോയൽ ഗസിബോ, 7 ലക്ഷറി സ്യൂട്ട് റൂംസും. Contact now for booking. അപകട ഭീഷണി ഉയർത്തി റോഡരികിൽ നിൽക്കുന്ന മരങ്ങൾ മുറിച്ചുമാറ്റുന്നതിലെ സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് പട്ടാമ്പി താലൂക്ക് വികസന സമിതി യോഗത്തിൽ ആവശ്യം. ബന്ധപ്പെട്ട വകുപ്പുകളുടെ ഭാഗത്തു നിന്നും ഇക്കാര്യത്തിൽ കാര്യക്ഷമമായ നടപടികൾ ഉണ്ടാവുന്നില്ലെന്നും യോഗത്തിൽ ജനപ്രതിനിധികൾ വിമർശിച്ചു. തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണിയുടെ അധ്യക്ഷതയിലാണ് താലൂക്ക് വികസന സമിതി യോഗം ചേർന്നത്. മഴ ശക്തമാകുന്ന സാഹചര്യത്തിൽ പാതയോരങ്ങളിൽ അപകട ഭീഷണി ഉയർത്തുന്ന മരങ്ങൾ മുറിച്ചുമാറ്റുവാനുള്ള നടപടികൾ വേഗത്തിലാക്കണമെന്ന് യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റുമാർ ആവശ്യപ്പെട്ടു. വനംവകുപ്പിന്റെ സമ്മതപത്രം ലഭിച്ചാലും നടപടികൾ നീളുന്ന സ്ഥിതിയാണ് ഉള്ളതെന്നും പ്രസിഡന്റുമാർ വ്യക്തമാക്കി. സ്വന്തം ഒരു AC ഇല്ല എന്നാണ്. മുമ്പ് ചാർജ് ആയിരുന്നു, മണർക്കടലിലെ ACക്ക് ചാർജ് ആയിരുന്നു, അതുകൊണ്ട് ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് കുറെ ദിവസങ്ങളായി കരുതുകയാണ്. ഈ ഇത്തരം കാറ്റും മഴയൊക്കെ ഉണ്ടാകുമ്പോൾ കർഷകത്തിന് വല്ല അപകടം ഉണ്ടായിരുന്നു. ഇപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കരിങ്ങാടുകളിൽ ഒരു ചായക്കടയുടെ തൊട്ട് ഒരു വാഗമരം നിന്നുണ്ടായിരുന്നു. പട്ടാമ്പി ടൗണിലെ റോഡ് നിർമ്മാണത്തിലെ അശാസ്ത്രതയും യോഗത്തിൽ ചർച്ചയായി. നഗരസഭാ അധ്യക്ഷൻ TP ഷാജിയാണ് ഇതുമായി ബന്ധപ്പെട്ട് രംഗത്തെത്തിയത്. പട്ടാമ്പി നിലാശുപത്രി IPT റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി ടൗണിലെ പ്രവൃത്തികൾ അശാസ്ത്രീയമായാണ് നടപ്പാക്കുന്നതെന്ന് അദ്ദേഹം ആരോപിച്ചു. നിർമ്മാണത്തിൽ ജലവിഭവ വകുപ്പും കേരള റോഡ് ഫണ്ട് ബോർഡും അധികൃതരും തമ്മിൽ യാതൊരുവിധ ഏകോപനവുമില്ല. ഉദ്യോഗസ്ഥർ മാത്രമല്ല കരാറുകാരും ഇതിന് ഉത്തരവാദികളാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ ഉദ്യോഗസ്ഥന്മാരെ മാത്രം കുറ്റം പറഞ്ഞാൽ എനിക്ക് അഭിപ്രായമില്ല. കാരണം ഞാൻ അടുത്ത് മനസ്സിലാക്കിയപ്പോൾ സമയത്ത് ഉദ്യോഗസ്ഥന്മാരെ വളരെ കൃത്യമായിട്ട്, പക്ഷെ കരാറുകാരുടെ ഭാഗത്തുണ്ടാവുന്ന പ്രശ്നങ്ങൾ കരാറുകാരൻ ആരും ഒന്നും പറയുന്നില്ല. ഒരു കരാറുകാർക്ക് ഒരു പരാതി അറിയില്ല. ഈ കരാറുകാരാണ് പട്ടാമ്പി ടൗണിൽ ഇത്ര ഗുരുതരമായ ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടുപോയത് മാത്രമല്ല, ഇനി പട്ടാമ്പിൽ പുതിയ 3 വർക്ക് വന്നിട്ടുണ്ട്. പാലത്തിന്റെ വർക്ക് വന്നിട്ടുണ്ട്, 2 ഈ ആശുപത്രി റോഡിന്റെ വർക്ക് വന്നിട്ടുണ്ട്, 3 ബൈപ്പാസ് റോഡിന്റെ പൂർത്തീകരണം വന്നിട്ടുണ്ട്. ഈ 3 വർക്കും ഇതേ കലാകാരനാണ് എടുത്തത്. ഞാൻ മനസ്സിലാക്കിയിട്ട് പുള്ളിക്ക് 5 കൊല്ലത്തെ പണി കൂടി ഈ കണ്ടീഷനിൽ ഇവിടെ ഉണ്ടാവുക. 2-3 കൊല്ലമായിട്ട് ഈ പണി തുടങ്ങിയിട്ട് അത്ര ഗുരുതരമായ സാഹചര്യം പട്ടാമ്പി ടൗണിൽ. അപ്പൊ ഈ 2 അതേസമയം റോഡിന്റെ വിധിക്കനുസരിച്ചാണ് അഴുക്കുചാൽ നിർമ്മാണവും പൈപ്പിടലും നടക്കുന്നതെന്നും വീതി കുറഞ്ഞയിടങ്ങളിൽ പൈപ്പിടണമെങ്കിൽ റോഡ് കുത്തിപ്പൊളിക്കേണ്ട സ്ഥിതിയാണെന്നും ഇരുവിഭാഗം ഉദ്യോഗസ്ഥരും സൂചിപ്പിച്ചു. ജൽജീവൻ മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള കുടിവെള്ള പൈപ്പ് പൊട്ടൽ വലിയ തലവേദനയായി മാറുന്നതായി ജനപ്രതിനിധികൾ കുറ്റപ്പെടുത്തി. ഇതിന്റെ ഭാഗമായി പൊളിക്കുന്ന റോഡുകൾ നേരെയാക്കാൻ സമയമെടുക്കുന്നതായും ആക്ഷേപമുയർന്നു. എനിക്ക് തോന്നുന്നു 5 വർഷമായി ഇപ്പൊ ശരിയാവും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ ജലജീവന്റെ ആ പൈപ്പ് ഒന്ന് പൂർത്തീകരിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. എവിടെ നോക്കിയാലും പൈപ്പ് ലൈൻ പൊട്ടിപ്പോകുന്ന ഒരവസ്ഥയാണ്. മെയിൻ റോഡ് എന്ന് പറയുന്ന PWD റോഡിലെ മൂച്ചിത്തറ ഭാഗത്ത്. അതേസമയം ഇതിനായി ഗ്രാമപഞ്ചായത്തുകൾക്ക് ഫണ്ട് അനുവദിച്ചിട്ടുണ്ടെന്നാണ് ജൽജീവൻ മിഷൻ വകുപ്പ് അധികൃതർ വ്യക്തമാക്കിയത്. തെരുവുനായ ശല്യം, കരിങ്കൽ കോറികളുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, കൊപ്പം ടൗണിലെ ഗതാഗതക്കുരുക്ക്, അനധികൃത പാർക്കിംഗ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളും യോഗത്തിൽ ചർച്ചയായി. അത് വല്ലാത്തൊരു അവസ്ഥയിൽ കൂടെയാണ് പോകുന്നത്. ഇപ്പോ PWD നമ്മള് ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി കൂടി. അപ്പൊ അവിടെ പറഞ്ഞത് ആ സീബ്ര ലൈൻ ഒന്ന് മാറ്റി വരയ്ക്കാൻ പറഞ്ഞു. അപ്പൊ മഴയാണ് എന്നാണ് PWD പറഞ്ഞത്. മഴപ്പ തുടങ്ങിയിട്ട് അധികമൊന്നും ആയിട്ടില്ല. ഇതിന്റെ മുന്നേ ചെയ്യാമായിരുന്നു, ചെയ്തിട്ടില്ല. നമ്മളിങ്ങനെ ഓരോ കമ്മിറ്റി കൂടുമ്പോഴും കാര്യങ്ങൾ പറയുന്നു, ആ പറഞ്ഞത് മിനിറ്റ്സിൽ രേഖപ്പെടുത്തുന്നു, അത് അതിനാലെ കഴിയുന്നു. പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു മീറ്റിംഗ് കൂടുന്നത് എന്ന് പലപ്പോഴും ആലോചിക്കുന്നുണ്ട്. കാരണം ജനങ്ങളോട് മെമ്പർമാരും പ്രസിഡന്റുമാണ് മറുപടി പറയുന്നത്. മറുപടി പറഞ്ഞ് അവര് അവിടെ ട്രാഫിക് ബ്ലോക്കിൽ പെട്ട് അവര് ബുദ്ധിമുട്ടുമ്പോ നമ്മളോട് പഞ്ചായത്തിലാണ് വന്ന് പരാതി പറയുന്നത്. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AP രാമദാസ്, തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ V ജമീല, TV വത്സല, KP മണി, നീലടി സുധാകരൻ, ഡോക്ടർ നിഷ, ശശിരേഖ, ജില്ലാ പഞ്ചായത്ത് അംഗം ഇസ്മായിൽ വിളയൂർ, തഹസിൽദാർ സുജിത്, ഡെപ്യൂട്ടി തഹസിൽദാർ KC കൃഷ്ണകുമാർ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. എല്ലാ പഞ്ചായത്തിലും രൂക്ഷമായ വിഷയമാണ്. ഞങ്ങൾ മോണിറ്ററിംഗ് കമ്മിറ്റിയൊക്കെ രൂപീകരിച്ചു കഴിഞ്ഞു. പിന്നെ നിലവില് അത്രയും വിഷയങ്ങളുണ്ട്. അപ്പൊ ദയാവധം ചെയ്യണം എന്നുള്ളതുണ്ട്, ആര് ചെയ്യണം എന്നുള്ളതാണ്. അപ്പൊ സെക്രട്ടറിക്കാണ് അതിന്റെ ഉത്തരവാദിത്വം എന്നെല്ലാം പറയുന്നുണ്ട്. അപ്പൊ അതെന്തായാലും നമ്മളെല്ലാവരും ഒന്നിച്ചു നിന്ന് അതിനുള്ളൊരു പരിഹാരം കൂടി ഉണ്ടാവണം. പട്ടിത്തറ പഞ്ചായത്ത് എന്തായാലും അതായിട്ട് മുന്നോട്ട് പോകുകയാണ്. നല്ല വിഷയങ്ങളുണ്ട്. നായ കടിച്ചു കഴിഞ്ഞാൽ ഉത്തരവാദിത്വം പഞ്ചായത്തിനാണ്.